മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള മാത്സിലെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചാപ്റ്റർ, ബുദ്ധിമുട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നിങ്ങളാണ് പറയേണ്ടത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലെ ഒരു ക്വസ്റ്റൻ എടുത്തിരുന്നത്, അതും നമ്മുടെ ഡെറിവേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടോടെ കണക്ട് ചെയ്ത ക്വസ്റ്റൻ. ഇങ്ങനത്തെ ക്വസ്റ്റൻസുകൾ എക്സാമിന് വരും. കാരണം രണ്ട് ചാപ്റ്റേഴ്സിന് ഒരുമിപ്പിച്ചുള്ള കോമൺ പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. കാരണം ആ ക്വസ്റ്റൻ ഇടുമ്പോൾ തന്നെ രണ്ട് ചാപ്റ്റേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസുകൾ പല ചാപ്റ്റേഴ്സിലാണ് കിടപ്പുണ്ട്. നിങ്ങൾ അതിനെ തെരഞ്ഞുപിടിച്ച് പഠിച്ചാൽ അത് തന്നെ എക്സാമിന് നല്ല രീതിയിൽ കൂടെ എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ കൂടെ ക്വസ്റ്റ്യൻ കിട്ടും. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ നോക്കുക. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഫുൾ മാർക്ക് കിട്ടുന്ന രീതിക്കുള്ള റിവിഷൻ ക്ലാസ് കിട്ടും. നിങ്ങൾ വളരെ ഈസി ആയിട്ട് ടഫ് ചാപ്റ്റേഴ്സിനൊക്കെ ഇപ്പൊ ഇന്റഗ്രേഷൻ മോഡലും ആപ്ലിക്കേഷൻസും എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിക്കുള്ള ക്ലാസ് ആയിരിക്കും. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. Derivative of tan inverse root of 1 minus cos x whole divided by 1 plus cos x with respect to x. ഇതാണ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവിനെ നമ്മൾ കണ്ടുപിടിക്കുക. ഇതൊക്കെ കാണുമ്പോഴേ പ്രശ്നമാണ് അല്ലേ? ഈ ട്രിഗണോമെട്രി കേൾക്കുമ്പോഴേ നമ്മുടെ പകുതി സംഭവം നഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിന്റെ ഒരു പ്രത്യേകത ആ റൂട്ടിനുള്ളിൽ കിടക്കുന്ന ടേംസുകളാണ്. അവരാണ് നമ്മുടെ പ്രശ്നം അല്ലേ? ആ 1 മൈനസ് കോസ് എക്സ്, ഈ 1 മൈനസ് കോസ് എക്സ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമ്മൾ നോക്കുമ്പോൾ ഒന്നും എഴുതാനില്ല, ഇവനെ എന്ത് എഴുതാനാ അല്ലേ? പക്ഷെ 1 മൈനസ് കോസ് എക്സ് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടേമാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. അതേപോലെ 1 പ്ലസ് കോസ് എക്സ്, 1 പ്ലസ് കോസ് എക്സിനെ 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. ഇത് രണ്ടുമാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റഡ് പോർഷൻസുകൾ. ഈ രണ്ട് ടേംസുകൾ ഇങ്ങനെ മാറ്റി എഴുതാൻ ആർക്കൊക്കെ അറിയാം? പ്രോബ്ലം ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കിയാൽ അപ്പോൾ y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് എക്സ്. ഇതാ ക്വസ്റ്റ്യൻ. നമ്മൾ ചെയ്യേണ്ടത് ഈ 1 മൈനസ് കോസ് എക്സിന് പകരം അയാളെയും 1 പ്ലസ് കോസ് എക്സിന് രണ്ടാമത്തെ ആടം കൊണ്ട് കൊടുക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മനസ്സിൽ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എക്സിന് പകരം 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ബൈ 1 പ്ലസ് കോസ് എക്സിന് പകരം 2 കോസ് സ്ക്വയർ എക്സ് ബൈ 2. ഇനി എന്ത് സംഭവിക്കും? റൂട്ടിനുള്ളിൽ എന്തോ ഒരു സംഭവം ഉണ്ട്. നോക്കിക്കേ, രണ്ടടുത്ത് 2 കൊണ്ട് മോനെ ക്യാൻസൽ ആക്കാം. പിന്നെ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 ഉണ്ട്, ഇവിടെ ആരുണ്ട്? കോസ് സ്ക്വയർ എക്സ് ബൈ 2. റൂട്ടിനുള്ളിൽ മോനെ ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് റൂട്ടിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ റൂട്ടിനുള്ളിൽ നമ്മുടെ എ സ്ക്വയർ എന്ന് കണ്ടാൽ പുറത്ത് എ വരും. ഇപ്പൊ റൂട്ടിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ അകത്ത് കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കണം. ഇവിടെ നോക്കിക്കേ, റൂട്ടിനുള്ളിൽ കണ്ട സൈൻ സ്ക്വയർ ആണ്, അപ്പൊ അത് പുറത്ത് വരുമ്പോൾ സൈൻ ആയിട്ട് മാറും. ദാറ്റ് ഈസ് സൈൻ എക്സ് ബൈ 2 ബൈ ഇവിടെ റൂട്ടിനുള്ളിൽ കോസ് സ്ക്വയർ ആണ്, അപ്പൊ പുറത്ത് വരുമ്പോൾ അത് കോസ് എക്സ് ബൈ 2. ഇയാളെ കണ്ടാൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അല്ലേ? സൈൻ എക്സ് ബൈ 2 ബൈ കോസ് എക്സ് ബൈ 2 ടാൻ എക്സ് ബൈ 2 സൈൻ ബൈ കോസ് ടാൻ. ഓക്കെ, അപ്പൊ ടാൻ ഇൻവേഴ്സ് ആരായിട്ട് മാറും? ടാൻ എക്സ് ബൈ 2 ആയിട്ട് മാറും. അങ്ങനെ ടാൻ ഇൻവേഴ്സിന്റെ ആരോട് വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ആയി, ബാക്കി ആരെ കിട്ടുമോനെ? എക്സ് ബൈ 2. അപ്പൊ നമ്മുടെ വലിയൊരു ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്ത് ആരെ കിട്ടി? എക്സ് ബൈ 2 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇയാളും ഒന്ന് തന്നെയാണെന്ന്. അപ്പൊ ഇയാളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് പകരം ഇയാൾ ചെയ്താൽ മതി. അതാണ് പ്രത്യേകത. ഓക്കെ, അപ്പൊ ഇതിനെയും നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം എന്ന് ചോദിക്കും. റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം അത്രയും കൊണ്ട് നിർത്തിയാണ്, ഇതുകൊണ്ട് നിർത്തിയേക്കണം. ഓക്കെ, ഇതിപ്പോ ഡെറിവേറ്റീവ് എന്നുള്ളതുകൊണ്ട് ഒരു ലൈനോടെ വരുന്നുണ്ടേ ഉള്ളൂ. ആ ലൈൻ എന്താണ്? dy by dx. ഓക്കെ, dy by dx ഇത് y ഈക്വൽ ടു x by 2 dy by dx. മോനെ വെറും x ന് ഡെറിവേറ്റീവ് എത്ര മോനെ? 1. അപ്പൊ എക്സ് ബൈ 2 ന്റെ ഡെറിവേറ്റീവ് എത്ര? 1 ബൈ 2. ദാറ്റ്സ് ഓൾ. തീർന്നു കേട്ടോ. അപ്പൊ dy by dx ഈക്വൽ ടു 1 ബൈ 2 തീർന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതേപോലെ കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ പഠിക്കണം. എക്സാം ഇല്ലയോ, എന്തെങ്കിലുമൊക്കെ പഠിക്കാതെ പറ്റുമോ? അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകൾ തരാം. നിങ്ങൾക്ക് എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റൻസുകളാണ് വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് തന്നുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.